الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയമുള്ള കുട്ടികളെ, ജീവിതത്തിൽ ഉടനീളം അള്ളാഹു അനുവദിക്കുന്ന ആയുസ് വരെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ നന്ദിയുള്ളവരും തഖ്വയുള്ളവരുമാകണമെന്ന് ആദ്യമായി സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറ്റവും നല്ലൊരു ആഘോഷം ആരാധനയായി മാറ്റി അതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
തന്റെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന രീതിയിൽ സ്വഹാബ കിറാമിനെ സാക്ഷിയാക്കി നടത്തിയ ഹജ്ജത്തുൽ വിദാ. ആ പ്രഭാഷണത്തിൽ ലോക അവസാനം വരെയുള്ള ജനതക്ക് ഉൾക്കൊള്ളാനും അത് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കാനും പ്രചോദനമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ വർഷവും അറഫയിലെ മസ്ജിദായ മസ്ജിദുൻ നബിയിൽ നിശ്ചയിക്കപ്പെടുന്ന ഇമാമ് അത് ആവർത്തിക്കാറുണ്ട്. ആ പ്രവാചക പ്രഭാഷണം സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്കത് എത്തിയിട്ടുമുണ്ട്. പ്രവാചകന്റെ പ്രഭാഷണങ്ങൾ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി അല്ല, ലോകത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടരുകയാണ്, ഫഇന്നി, തീർച്ചയായും, ലാ അദ്രി, എനിക്കറിയില്ല, ലഅല്ലി ലാ അൽഖാകും, ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടും എന്നോ, ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ കഴിയുമെന്ന്, നിങ്ങൾക്ക് സതുപദേശം നൽകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരു വിടവാങ്ങൽ പ്രഭാഷണം പോലെയാണ് പ്രവാചകന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അൽഖാകും ബഅദ ആമി, ഈ വർഷത്തിന് ശേഷം കണ്ടുമുട്ടുമോ എന്ന് അറിയില്ല. ഫീ മഖാമി ഹാദി, ഈ സ്ഥലത്തിന് ശേഷം, അഥവാ ഈ പരിശുദ്ധമായ പവിത്രമായ മണ്ണിന്, മക്കായുടെ മടിത്തട്ടായ അർഫയും ഒക്കെ നിലകൊള്ളുന്ന ഈ ഭൂമി, അവിടെ വെച്ച് ഇനി നമ്മൾ തമ്മിൽ കാണാൻ കഴിയുമെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. എന്താണ് പ്രവാചകന് പറയാനുള്ളത്? അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന ദിമാഅക്കും, രക്തം, വഅംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, വഅഅറാലക്കും, അഭിമാനം, ഹറാമുൻ, പവിത്രമാണ് കേട്ടോ. നിങ്ങൾ ഈ ഭൂമിയിൽ രക്തം ചീന്തരുത്. നിങ്ങൾ ഈ ഭൂമിയിൽ രക്തം ചീന്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ആരുടെയും സമ്പത്തുകൾ കൊള്ളയടിക്കരുത്. അധ്വാനിച്ചുകൊണ്ട് ജീവിക്കണം. അതേപോലെ തന്നെ വഅഅറാലക്കും, നിങ്ങൾ ആരുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്താൻ പാടില്ല. ശരിയല്ലേ മുഅ്മിനീങ്ങളെ? സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇന്ന് കൊലപാതകങ്ങൾ അധികരിക്കുകയാണ്. നിസ്സാര വിഷയമാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വരെ അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു. അതേപോലെ തന്നെ ഏതാണ്ട് 2024 മുതൽ കണ്ടതാണ് ഭാര്യ ഭർത്താവിനെ കൊല്ലുന്ന, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന നിരന്തരമായ കാഴ്ച. നോക്കൂ, നിങ്ങൾ രക്തം ചീന്തുകയാണ്, സമ്പത്തുകൾ കൊള്ളയടിക്കപ്പെടുകയാണ്,
തട്ടിപ്പുകളും വെട്ടിപ്പുകളും മോഹന വർത്തമാനങ്ങളുമായി ജനങ്ങൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പത്തുണ്ടാക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പാടില്ല കേട്ടോ. അതേപോലെ അഭിമാനത്തെ ഓരോ മനുഷ്യനും, ഏത് ജാതിയാവട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് മനുഷ്യനാവട്ടെ, അവനവന്റേതായ അഭിമാനമുണ്ട്. വ്രണപ്പെടുത്താൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇന്നിന്റെ കാലഘട്ടം നിറത്തിന്റെ കാലഘട്ടമാണ്. ഇന്നിന്റെ കാലഘട്ടം കണ്ടാൽ അറിയാമെന്ന് പറയുന്ന ജുഡീഷ്യറി പോലും കണ്ടാൽ അറിയാമെന്ന് പറയുന്ന കാലഘട്ടമാണ്. നിറത്തിന്റെ പേരില് അപമാനപ്പെടുത്തുന്ന കാലഘട്ടം, നിറത്തിന്റെ പേരില് മാറ്റി നിർത്തപ്പെടുന്ന കാലഘട്ടം, നിറത്തിന്റെ പേരില് പലതും പറയുന്ന കാലഘട്ടം. ഇവിടെയാണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഭിമാനത്തെ അപമാനപ്പെടുത്തരുത്, വ്രണപ്പെടുത്തരുത്. ഒരാളെയും നിങ്ങൾ കൊച്ചാക്കരുത്, ഒരാളെയും നിങ്ങൾ പരിഹസിക്കരുത്, ഒരാളെയും നിങ്ങൾ കളിയാക്കരുത്. കാരണം എന്തേ കാരണം? അള്ളാന്റെ മുമ്പില് ആരാണ് നല്ലവൻ അറിയില്ല. അള്ളാന്റെ മുമ്പില് ആരാണ് വലിയവൻ? പണമുള്ളത് കൊണ്ടാണോ? അല്ല. തറവാടിത്തം കൊണ്ടാണോ? അല്ല. വലിയ വാഹനങ്ങൾ കൊണ്ടാണോ? അല്ല. സ്ഥാനമാനങ്ങൾ കൊണ്ടാണോ? അല്ല. കുറെ ഏക്കർ ഭൂമിയുള്ളത് കൊണ്ടാണോ? അല്ല. അങ്ങനെയുള്ളവനും ഇല്ലാത്തവനും, ചിന്തിക്കണേ, അങ്ങനെയുള്ളവനും ഇല്ലാത്തവനും ഒരൊറ്റ വസ്ത്രത്തിലാ പോണത്. കഫം പുടവ എന്ന വസ്ത്രത്തില്. ഹജ്ജാജുമാരെ കണ്ടില്ലേ? ലക്ഷക്കണക്കിന് ഹജ്ജാജുമാര് കണ്ടില്ലേ നിങ്ങൾ? ഒരൊറ്റ വസ്ത്രത്തിൽ നാഥനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരൊറ്റ വസ്ത്രത്തിലാണ്. മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന, ഖബർ ജീവിതം ഓർമ്മപ്പെടുത്തുന്ന, മരണാനന്തര ജീവിതം ഓർമ്മപ്പെടുത്തുന്ന, എല്ലാവരും അള്ളാന്റെ അടിമയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരൊറ്റ തൂവുള്ള വസ്ത്രം, ഇഹ്റാമിന്റെ വസ്ത്രം, പവിത്രമായ വസ്ത്രത്തിലായിരുന്നു. അത് ചിന്തിച്ചാൽ മതി. അതാണ് പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്, പവിത്രമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയപ്പെട്ടതിലും പവിത്രതയുണ്ട്. ഫീ ശഹ്രിക്കും ഹാദാ, ഈ മാസം ദുൽഹജ്ജ് മാസമാണ്, ഇതിന്റെ പവിത്രതയുണ്ട്. അതുപോലെയാണ് സമ്പത്തും രക്തവും അഭിമാനവും പവിത്രമുണ്ട് കേട്ടോ. ഫീ ബലദിക്കും ഹാദാ, ഈ രാജ്യത്തിന്റെ പവിത്രതയുണ്ട്. മക്ക എന്ന ആ രാജ്യത്തിന്റെ പവിത്രതയുണ്ട്. അതുപോലെയാണ് ഈ പറയപ്പെട്ടത്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ സംരക്ഷിക്കണം, അതിലേക്ക് നിങ്ങൾ പവിത്രമായി കാണണമെന്ന് പ്രവാചകന്റെ പ്രഖ്യാപനം തുടരുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, വഇന്ന റിബാ അൽ ജാഹിലിയത്തുൽ മൗദൂഅ, പലിശയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിക്കാൻ പറയുകയാണ്. പലിശയെ ഇല്ലാതാക്കണം. ജാഹിലിയ കാലഘട്ടങ്ങളിൽ, അറിവില്ലാത്ത കാലഘട്ടങ്ങളിൽ, ഇന്ന് അറിവുള്ള മനുഷ്യന്മാർ വരെ നിസാര വിഷയങ്ങൾക്ക്, ഹലാലായ കച്ചവടങ്ങൾക്ക്, ഹലാലായ പെരുന്നാളിന്, ഹലാലായ സംവിധാനങ്ങൾക്ക് ഭാര്യയുടെ സ്വർണം പണയം വെച്ച് അതിലൂടെ ഈദിന്റെ പുടവയെടുത്ത് ആഘോഷിച്ച ഏതെങ്കിലും മുസ്ലിം ഇതിനകത്തുണ്ടെങ്കിൽ, സഹോദര, പടച്ചവനെ പേടിക്കണ്ടേ? പടച്ചറപ്പിനെ പേടിക്കണ്ടേ? പലിശയെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പലിശ ഉപേക്ഷിക്കണം. ഞാനെല്ലാം റദ്ദ് ചെയ്യുകയാണ്, എല്ലാ പലിശകളും. എന്റെ കുടുംബത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആ വിഷയം പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പലിശയുമായി ബന്ധപ്പെട്ട വിഷയം ഓർമ്മപ്പെടുത്തുന്നു. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം ഹലാലാണ്. വഹറമർ റിബ,
പലിശ ഹറാമാണ്, പലിശ ഹറാമാണ്, പലിശ ഹറാമാണ്. ഹറാമായ പലിശ കൊണ്ട് മുഅ്മിനീങ്ങളെ കച്ചവടം ചെയ്യല്ലേ, അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ കാണാൻ കഴിയും. ആ വിഷയം പറയുമ്പോ പ്രവാചകന്റെ മുഖത്തിന് മാറ്റമുണ്ടായിരുന്നു. കാരണം നിസ്സാരമായിട്ടാണ് പലിശയെ കാണുന്നത്, വളരെ നിസ്സാരമായിട്ട്. EMI ഇട്ട് വണ്ടി എടുക്കുന്ന ആളുകളുണ്ട്. ആ വണ്ടിയിലായിരിക്കും ഒരു പക്ഷേ ഈ പള്ളിയിലേക്ക് വന്നിരിക്കുക. EMI ഇട്ടിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാകും, ആ മൊബൈൽ ഉണ്ടാകും നിങ്ങളുടെ പോക്കറ്റിൽ. ചിന്തിക്കും, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? നാളെ മരണാനന്തര ജീവിതത്തിൽ ഖബറിൽ ഞാൻ തനിച്ചു കിടക്കുമ്പോ ഒരാളും കൂട്ടുണ്ടാകില്ല എന്ന ചിന്തയുണ്ടാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും തുടരുകയാണ്, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യർ, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവരോട് മാന്യമായി പെരുമാറണം, അവരുടെ അവകാശങ്ങളെ നിഷേധിക്കരുത്, പ്രതിപക്ഷ ബഹുമാനത്തോടെ പെരുമാറണം. ഇന്നിന്റെ കാലഘട്ടം എന്താണ് സഹോദരങ്ങളെ? പോസ്കോ കേസുകൾ അധികരിക്കുകയാണ്, അതുപോലെ സ്ത്രീകളോടുള്ള വിഷയങ്ങൾ അധികരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 22 വയസ്സുള്ള, 23 വയസ്സുള്ള, 24 വയസ്സുള്ള നല്ല ഒന്നാന്തര വിദ്യാഭ്യാസം നൽകി പ്രിയപ്പെട്ട പിതാവ് അവിടെ പഠിപ്പിച്ചു. 24-ാമത്തെ വയസ്സില് എല്ലാവരെയും സാക്ഷിയാക്കി വലിയായിക്കൊണ്ട് ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മകളെ 24 വയസ്സുവരെ ഞാൻ വളർത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, വസ്ത്രം വാങ്ങി കൊടുത്തിട്ടുണ്ട്, നിന്നെ ഏൽപ്പിക്കുകയാണ്, പൊന്നുപോലെ നോക്കണം, പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ, പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല എങ്കിൽ, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ, പൊന്നുപോലെ ഉപദ്രവിക്കാതെ, പ്രയാസപ്പെടുത്താതെ, കത്തിച്ചു കളയാതെ, അപകടപ്പെടുത്താതെ ആ പിതാവിനെ വിളിക്കണം. നിങ്ങൾ എന്നെ 13 വർഷവും ഏൽപ്പിച്ചില്ലേ, പറ്റുന്നില്ലവളുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളൊന്ന് സംസാരിക്കണം. നിങ്ങളല്ലേ വാപ്പ, നിങ്ങളല്ലേ വലിയ, അതുകൊണ്ട് നിങ്ങളൊന്ന് സംസാരിക്കുക. പറ്റുന്നില്ല, 1-ാം വട്ടം കഴിഞ്ഞു, 2-ാം വട്ടവും കഴിഞ്ഞു, 3-ാം വട്ടവും കഴിഞ്ഞു. അടിക്കാതെ, ഉപദ്രവിക്കാതെ, പ്രയാസപ്പെടുത്താതെ, കത്തിച്ചു കളയാതെ ആ പിതാവിനെ ഏൽപ്പിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം. ഇന്ന് നിരന്തരമായ വാർത്തകളാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. ഏതാണ്ട് 2500ഓളം കേസാണ് മുസ്ലിമീങ്ങളുടെ മഞ്ചേരി കോടതി കിടക്കുന്നത്. ഓർമ്മപ്പെടുത്തുന്നു മാത്രം. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ പിതാവുണ്ടാക്കിയ സ്വത്തുണ്ടല്ലോ, 40 സെന്റ്, ഒരു വീടുണ്ട്, പാപ്പ മരിച്ചു, ഉമ്മ ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞ, മക്കളെ ഇത് ഭാഗം വെക്കണം. ആ ഭാഗം വെക്കാം. 4 ആണ് 2 പെണ്ണ, 4 ആണും 2 പെണ്ണുമാണ്. ഖുർആൻ പറഞ്ഞ അവകാശം നിന്റെ പെങ്ങൾക്ക് കൊടുക്കണം. അല്ല, ഞാനാ കെട്ടിച്ചു വിട്ടത്, ഞാനാ കെട്ടിച്ചു വിട്ടത് വാപ്പാക്ക് ശേഷം ഇല്ല. ഖുർആൻ പറഞ്ഞ അവകാശമുണ്ട്, അത് അവൾക്ക് നൽകണം. ഖുർആൻ പറഞ്ഞ, പ്രവാചകൻ പറഞ്ഞ അവകാശങ്ങൾ പെങ്ങൾക്ക് നൽകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മാന്യമായി പെരുമാറണം, പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാകണം എന്നതാണ്, അവനോടുള്ള അമാനത്തുകൾ വിട്ടണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ മാനവികതയുടെ, മനുഷ്യാവകാശത്തിന്റെ ആയത്തോടുകയാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന്. 49-ാം അധ്യായം സൂറ അൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും, നിങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചത്, മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ആക്കിയിട്ടുണ്ട് ഈ ഭൂമിയിൽ, ശുഊബൻ വ ഖബായില, ഗോത്രങ്ങളും. ഒക്കെ നിങ്ങൾ പല പല ഗോത്രങ്ങളാക്കിയിട്ടുണ്ട്, പല പല കുടുംബങ്ങളാക്കിയിട്ടുണ്ട്, കബീലകളാക്കിയിട്ടുണ്ട് നിങ്ങളെ.
തിരിച്ചറിയാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളെ ആക്കിയത്. അല്ലാതെ ഞാൻ എന്ന ഭാവം കാണിക്കാനല്ല, ഇല്ലാത്തവന്റെ മുമ്പിൽ അഹങ്കരിക്കാൻ വേണ്ടിയല്ല. പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നിങ്ങൾ അല്ലാഹു തആല ഗോത്രങ്ങളാക്കി മാറ്റിയത്, പല പല കുടുംബങ്ങളാക്കി മാറ്റിയത്, പല പല വർഗങ്ങളാക്കി മാറ്റിയത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അവിടെയെല്ലാം എല്ലാ മനുഷ്യരോടും, ഏത് ജാതിയാവട്ടെ എല്ലാ മനുഷ്യരോടും മാന്യമായി പെരുമാറാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. മാനവികതയുടെ ശബ്ദം ഏറ്റവും ഒടുവിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അതിന്റെ കഥയിലേക്കല്ല ഞാൻ വരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്തുപോയ തെറ്റിന് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം അതിൻ്റെതായ ദണ്ഡം വാങ്ങിച്ചുകൊണ്ട് കോടതി വെറുതെ വിട്ടു. 20 വർഷക്കാലം കാത്തിരുന്നു ആ ഉമ്മ മകനെ ചേർത്ത് പിടിക്കുമ്പോ ഫേസ്ബുക്കിനകത്ത് അബ്ദുർ റഹീം എന്ന പേരാണ് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. അല്ലാതെ വേറൊന്നുമല്ല, വിഷർജിക്കുകയാണ്, അനാവശ്യങ്ങൾ പറയുകയാണ്, തെരുവിളിക്കുകയാണ് ഇസ്ലാമിനെ. എന്താ കാരണം? റഹീം എന്ന പേര് പറ്റുന്നില്ല, റഹീം എന്ന പേര് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, റഹീം എന്ന പേര് വായിക്കാൻ പറ്റുന്നില്ല. എവിടേക്കാ പോണത്? ചിന്തിക്കും നിങ്ങൾ. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത്, ഒരാളിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്, ഒരു പെണ്ണിൽ നിന്നാണ്. നിങ്ങളിൽ വെളുത്തവനുണ്ടാകും, നിങ്ങളിൽ കറുത്തവനുണ്ടാകും, സമ്പന്നനുണ്ടാകും, സമ്പന്നനല്ലാത്ത മനുഷ്യനുണ്ട്, പണക്കാരനും പാമരനും, വിദ്യാസമ്പന്നനും സ്ഥാനമുള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകും. നിങ്ങളൊക്കെ അള്ളാഹിന്റെ അടിമകളാണ് എന്ന ചിന്ത ഉണ്ടാകണം. പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കുന്നവൻ, ആദരവുള്ളവൻ അത്ഖാക്കും, തഖ്വയുള്ളവനാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണ്, ശ്രദ്ധയോടെ ഇസ്ലാമിന്റെ മൂല്യങ്ങളും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവനാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു അലീമുൻ ഖബീർ, എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയാണ് എന്ന് ആയത്ത് അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികളും ഏകോദര സഹോദരങ്ങളാണ്. നല്ല പെരുന്നാളല്ലേ, അനുജനെ വിളിച്ചോ? നല്ല പെരുന്നാളല്ലേ, ജേഷ്ഠനെ വിളിച്ചോ? നല്ല പെരുന്നാളല്ലേ, പെങ്ങളെ വിളിച്ചോ? പെങ്ങളെ കാണാൻ പോയോ? അതല്ല സന്തോഷം. ഇറച്ചി തിന്നലല്ല സന്തോഷം, പുതുവസ്ത്രം ധരിക്കലല്ല സന്തോഷം. പെങ്ങളെ കാണാൻ പോണം. മാതാപിതാക്കളില്ല എങ്കിൽ പെങ്ങള് ഉമ്മക്ക് തുല്യമാണ്, വാപ്പയില്ല എങ്കിൽ ജ്യേഷ്ഠൻ വാപ്പക്ക് തുല്യമാണ്. ആ ബന്ധം നിലനിർത്തണം. അതിനാണ് പെരുന്നാള്, അതിനാണ് ആഘോഷങ്ങള്. ഇല്ലെങ്കിൽ ഇന്ന് പോണം, ജുമാ കഴിഞ്ഞിട്ട് ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക്, അനുജന്റെ വീട്ടിലേക്ക്, പെങ്ങളുടെ വീട്ടിലേക്ക് കൂടപ്പുറപ്പുകളെ കാണാൻ പോണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ട മാഞ്ചാലി ജുമാഅത്ത് മസ്ജിദിന്റെ മഹല്ല് പള്ളിയുടെ ആ മൈലാജി ചെടിക്കളിയിൽ ഉറങ്ങുന്നവരുണ്ട്. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അനുജനുണ്ട്, ജേഷ്ഠനുണ്ട്, ഭാര്യപിതാവുണ്ട്, സഹോദരങ്ങളുണ്ട്. ഒന്നവിടം വരെ ചെല്ലണം. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് പറയാൻ ഈ ആഘോഷം ഉണ്ടാവണം. അതുകൊണ്ട് സഹോദര ബന്ധങ്ങൾ നിലനിർത്തണം. അനുജൻ മരിച്ചാല് ജ്യേഷ്ഠനായി ഇമാമ് നിൽക്കേണ്ടത്. മക്കൾക്ക് കഴിയില്ല എങ്കിൽ പിന്നെ എന്തിനാ സഹോദരങ്ങളെ നിസാര വിഷയത്തിന്റെ പേരിൽ പിണങ്ങുന്നത്? ജട്ടന് സ്വത്ത് കൊടുത്തപ്പോ കൂടിപ്പോയി. സഹോദര, ആ ജട്ടൻ പോകുന്നത് 3 ഘട്ടം 3 ഘട്ടം തുണിയുമായിട്ടാണ്. നീ അനുജൻ പോകുന്നതും 3 ഘട്ടം തുണിയുമായിട്ടാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഏകോദര സഹോദരങ്ങളാണ്. ആ സഹോദര ബന്ധം നിലനിർത്തണേ. അലാ ഇന്ന മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. വഅന അബാകും വാഹിദ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്. കുല്ലുക്കും ആദം, നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. അതുകൊണ്ട് പിണങ്ങണ്ട, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്.
അതുകൊണ്ട് വൈരാഗ്യം വേണ്ട. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. അതുകൊണ്ട് ആരോടും ദേഷ്യം വേണ്ട. നല്ല മനുഷ്യനായി പുഞ്ചിരിയോടെ ജീവിക്കുന്ന നിങ്ങള്, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നിങ്ങള്. നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ പിണങ്ങിയ ഒരാള് മയ്യത്ത് കാണാൻ വരരുത്. നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ വൈരാഗ്യമുള്ള ഒരാള് മയ്യത്ത് കാണാൻ വരരുത്. നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ നിങ്ങൾ ഉപദ്രവിച്ച ഒരാള് മയ്യത്ത് കാണാൻ വരരുത്. ഇവിടെ ആദമിന്റെ മക്കളാ അങ്ങനെ ജീവിക്കും. എന്ത് സുന്ദരമായ പ്രസംഗമാണ്. കുല്ലുക്കും ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്. ആദമ മണ്ണിൽ നിന്നാണ് കേട്ടോ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ മണ്ണിലേക്കാ പോണത്. ആകെയുള്ള സ്വത്ത് 6 അടി മണ്ണ. മഹല്ല് പള്ളിയിലെ 6 അടി മണ്ണ്. ഒരു ഓടുണ്ടാക്കാൻ 18 വർഷം എടുക്കും, 20 വർഷം എടുക്കും. മരിച്ചു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കൊണ്ട് ഖബറാകും. ചിന്തിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ. അറബിയേക്കാൾ ശ്രേഷ്ഠത അനറബിക്കില്ല, അനറബിയേക്കാൾ ശ്രേഷ്ഠത അറബിക്കുമില്ല. വലാ അഹ്മറ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മറ. വെളുത്തവനേക്കാൾ ശ്രേഷ്ഠത കറുത്തവനില്ല, കറുത്തവനേക്കാൾ ശ്രേഷ്ഠത വെളുത്തവനുമില്ല. എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ അടിമകളാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്, ഉൾക്കൊള്ളുന്നത് നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കുമ്പോഴാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഹജ്ജത്തുൽ വിദാഇലാണ് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനമായ അല്ലാഹുവിന്റെ മതത്തിനെ പൂർത്തീകരിച്ചുകൊണ്ട് ആയത്തിറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അൽ യൗമ, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനുക്കും, നിങ്ങളുടെ മതം ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കുകയാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, അല്ലാഹുവിന്റെ ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമായി, മുഅ്മിനായി തഖ്വയോടെ ജീവിക്കുന്നു. മരണം വരെ ഇസ്ലാമായി ജീവിക്കണം, മുസ്ലിമായി ജീവിക്കണം. ഒരാളുടെ മുമ്പിലും തലകുനിക്കാൻ പാടുള്ളതല്ല. ഉദ്ഹിയ്യത്ത് വരുമ്പോ, ഈദുൽ അദ്ഹ വരുമ്പോ അല്ലാഹുവിന്റെ കൽപ്പന എന്താണോ അത് പാലിച്ചുകൊണ്ട് ആഘോഷങ്ങൾ എങ്ങനെയാകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചോ ആ രൂപത്തിലേക്ക് അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാഷണത്തിന് അവസാനമായി പ്രഖ്യാപിക്കുകയാണ്, ഇന്നീ ഖദ് തറക്തു ഫീകും ഇഅ്തസമതും ബിഹി ഫഇൻ തദല്ലു അബദാ കിതാബല്ലാഹി വസുന്നത്തു റസൂലി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതൊന്ന് ഖുർആനാണ്, മറ്റൊന്ന് സുന്നത്താണ്. നിങ്ങൾ മുറുകെ പിടിക്കണേ. നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ട്, നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. തമ്മിൽ തല്ലരുത്, പരിഹസിക്കരുത്, സ്റ്റേജ് കെട്ടി കളിയാക്കരുത്, ആക്ഷേപിക്കരുത്. നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണം, നിങ്ങൾ ഹദീസിലേക്ക് മടങ്ങണം. എന്നിട്ട് വിഷയങ്ങൾ അവിടെ നിന്ന് പഠിക്കണം, രമ്യതയോടെ തീർക്കണം. നിങ്ങൾ ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങളായി ഖുർആനിന്റെ ആളുകളായി മുറുകെ നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് അല്ലാഹുവിന്റെ ദീനിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രവാചകന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു. ഹൽ ബല്ലഗ്തു, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലേ? ഖാലൂ, സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ് ബല്ലഗ് വലൗ അന്നി ആയ. എന്നിൽ നിന്ന് ഒരായത്താണോ കിട്ടിയത് അത് നിങ്ങൾ കേൾക്കാത്ത, ഇവിടെ ഹാജറില്ലാത്ത, ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, ദഅവത്ത് ചെയ്യണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് ബിഇസ്ബഇഹി സബാബക യർഫഉഹാ ഇലസ്സമാഅ. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി തന്റെ ഈ വിരല് ആകാശ ലോകത്തേക്ക് ഉയർത്തിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുമ്മ ഷ്ഹദ്, ഞാൻ പറഞ്ഞു അല്ലാഹ്, എന്നെ നീ ഏൽപ്പിച്ചു, എന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തു, എന്റെ ദൗത്യം ഈ ജനതയ്ക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി, അല്ലാഹുമ്മ ഷ്ഹദ്, നീയാണ് സാക്ഷി.
അല്ലാഹുമ്മ ഷഹദ, നീയാണ് സാക്ഷി, നമ്മളാണ് സാക്ഷി. അതുകൊണ്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്സത്തോടെ അഭിമാനത്തോടെ ഇബ്രാഹിം മില്ലത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുക. വഅഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഅഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله أصلي وأسلم على رسول الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين. أما بعد، يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഒരിക്കൽ കൂടി തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, പുതിയ സ്കൂൾ തുറക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് മക്കൾ കടക്കുകയാണ്. നമസ്കാരമുള്ള മക്കളാക്കി മാറ്റണമെന്ന് മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സുബഹി നമസ്കരിച്ച് സ്കൂളിലേക്ക് പോകുന്ന മക്കളാക്കണം. സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ അസ്ർ നിസ്കരിക്കുന്ന മക്കളാക്കണം. ആ രൂപത്തിലേക്ക് മക്കൾ വളർത്തിയാൽ 100% ലഹരിയിൽ നിന്നും, വേണ്ടാത്ത കൂട്ടുകെട്ടിൽ നിന്നും, രാത്രിയുള്ള കറക്കത്തിൽ നിന്നും, ഉറക്കമില്ലാത്ത മൊബൈൽ നോട്ടത്തിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മദ്രസയും തുറക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ പള്ളിയുമായി ബന്ധപ്പെടണം. മദ്രസയുടെ പ്രവേശന ആഘോഷം ഈ വരുന്ന 31-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് മദ്രസ ഹാളിൽ നടക്കുകയാണ്. ആ പരിപാടി കരുമാല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്യുക. എല്ലാ സഹോദരങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള സ്നേഹോപഹാരം നൽകുന്നു. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് SSLC പരീക്ഷ പാസ്സായ കുട്ടികൾക്ക്, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും ഇൻഷാ അല്ലാഹ് ആ സദസ്സിൽ വെച്ചിട്ട് മെമ്മന്റോ നൽകുന്നുണ്ട്. ആ വിവരങ്ങളും അറിയിക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഉളുഹിയ്യത്തായിരുന്നു. നമ്മളൊക്കെയും അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് സഹായിച്ചവരാണ്. അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് പള്ളിയിൽ എല്ലാവരും, യുവാക്കളും പ്രായമുള്ളവരും കുട്ടികളും ഒക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കറങ്ങാനും പോകാതെ, ഒരു അലമ്പിനും പോവാതെ ഏറ്റവും നല്ല മാതൃകയായി ഇത്രയും നേരം കുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതമാണ്. ആ ഒരു സേവനത്തിന് മക്കൾ സജ്ജമായി. റഹ്മാനായ റബ്ബ് ഉളുഹിയ്യത്ത് നൽകിയ മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് അത് ഖബൂലാക്കുമാറാവട്ടെ. അതിന് സേവനം ചെയ്ത എല്ലാവർക്കും ഇരു ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത വർഷം ആയുസ്സോടുകൂടി നാം ഉണ്ടെങ്കിൽ വീണ്ടും അതിന് സജീവമാകാൻ നമ്മുടെ മഹല്ലിലെ മുഴുവൻ ആളുകൾക്കും ഈ പള്ളിയിൽ കൂടിയ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളി പരിപാലനം അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അർഹമായി നൽകി സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا تقبل
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب